Judiciary must reach out to people rather than people reaching out to it. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്താണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞ വാക്കുകളാണിത്. ജുഡീഷ്യറി തേടിയല്ല ജനങ്ങൾ പോകേണ്ടത്, ജനങ്ങളുടെ അടുത്തേക്കാണ് ജുഡീഷ്യറി എത്തേണ്ടത്. സ്ഫടികം സിനിമയിൽ നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്നുള്ളത് ഇല്ലേ. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ എന്തിനും ഏതിനും ഒരു നിയമമുണ്ട് ഇല്ലേ, എന്തിലും ഏതിലും ഒരു നിയമമുണ്ട്. നമ്മൾ ലോ കോളേജിൽ എൻട്രൻസ് എഴുതി കയറാൻ നിൽക്കുന്നവർ, അതുപോലെ തന്നെ ലോ കോളേജിൽ ഇപ്പോൾ പ്രസന്റ് പഠിക്കുന്നവർ, പഠനമെല്ലാം കഴിഞ്ഞ് എൻറോൾ ചെയ്ത് വക്കീലായവർ, ഇവർക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ജഡ്ജി ആവാൻ ആഗ്രഹിച്ചതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ. ഓക്കെ, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ എക്സാം പാറ്റേൺ, സിലബസ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അതിനെപ്പറ്റിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എൻ്റെ പേര് ഹരേകൃഷ്ണ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്താൽ നമ്മൾ കയറുന്ന പോസ്റ്റിൻ്റെ പേരാണ് സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ. സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ, പണ്ടത് മജിസ്ട്രേറ്റ് എന്നായിരുന്നു ആ പോസ്റ്റിന് അറിയപ്പെട്ടത്, ഇപ്പോൾ അത് പേര് മാറിയത് സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ എന്നാണ് പറയുന്നത്. കേരളത്തിലെ ജഡ്ജി ആവാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, നമുക്ക് മൂന്ന് വർഷത്തെ അഡ്വക്കസി എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമുക്ക് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതി നമുക്കൊരു സിവിൽ ജഡ്ജ് ആവാൻ സാധിക്കും. അല്ലെങ്കിൽ 7 വർഷത്തെ പ്രാക്ടീസ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമുക്ക് ഡിസ്ട്രിക്ട് ജഡ്ജ്, ജില്ലാ ജഡ്ജി പരീക്ഷ എഴുതി നമുക്ക് ഡിസ്ട്രിക്ട് ജഡ്ജ് ആവാൻ സാധിക്കും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് കേരളത്തിൽ ജുഡീഷ്യൽ റിക്രൂട്ട്മെന്റിൽ, ജഡ്ജസ് പോസ്റ്റിലേക്ക് ജുഡീഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ നമുക്ക് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനെ പറ്റി നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റിയാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ, നോർമൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 years എക്സ്പീരിയൻസ് ആസ് ആൻ അഡ്വക്കേറ്റ്, 3 വർഷത്തെ പ്രാക്ടീസ് എക്സ്പീരിയൻസ് ആണ്. അതായത് 2024 വരെ, ഓക്കെ, അതായത് ഈ വർഷം വരെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല. LLB കഴിഞ്ഞ ആർക്കും തന്നെ, ഒരു പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആർക്കും തന്നെ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുമായിരുന്നു. 2 മാസം മുന്നേ ഹൈക്കോർട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി. ഇനി അങ്ങോട്ട് 2025 മുതൽ, അടുത്ത വർഷം മുതൽ ജുഡീഷ്യൽ സർവീസ് പരീക്ഷ എഴുതുന്നവരെല്ലാവർക്കും 3 years പ്രാക്ടീസ് നിർബന്ധമാക്കി. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ട് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇറക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി ഹൈക്കോർട്ട് അതിൽ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. 3 years പ്രാക്ടീസ് എക്സ്പീരിയൻസ് ആസ് ആൻ അഡ്വക്കേറ്റ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വയസ്സാണ്. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ്. 35 വയസ്സ് വരെയാണ് നമുക്ക് ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതി നമുക്ക് ജഡ്ജ് ആവാൻ സാധിക്കുക. ഓക്കെ, അതിൽ റിലാക്സേഷൻ ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് 35 വയസ്സാണ്. ഓക്കെ, OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതായത് 38 വയസ്സ് വരെ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് 40 വയസ്സ് വരെ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. പിന്നെ അടുത്തത് PWD കാൻഡിഡേറ്റ്സ്, അതായത് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റിക്കാർക്ക് 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് 45 വയസ്സ് വരെ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ സാധിക്കും. പിന്നത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഫ് ഗുഡ് ക്യാരക്ടർ ആയിരിക്കണം. ആ പേഴ്സൺ ഗുഡ് ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. ഓക്കെ, സൗണ്ട് മൈൻഡ് ആയിരിക്കണം വിത്ത് നോ ബോഡിലി ഇൻഫോർമിറ്റീസ്. അതായത് തനിക്കൊരു ജഡ്ജ് ആവാൻ ഇരിക്കാൻ സാധിക്കാത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഓക്കെ, അതൊക്കെയാണ് മെയിനായിട്ട് ക്വാളിഫിക്കേഷൻ ഭാഗത്ത് വരുന്നത്. മെയിനായിട്ട് മജിസ്ട്രേറ്റ് എക്സാം അല്ല, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വരുന്നത് ജാനുവരി മാസത്തിലാണ്. എല്ലാ വർഷവും 1-ാം മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും. ഒരു 5-ാം മാസം മെയ്യൊക്കെ ആകുമ്പോഴേക്ക് പ്രിലിംസ് എക്സാം നടക്കും. പിന്നെ പ്രിലിംസ് കഴിഞ്ഞ് എന്തുണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, പ്രിലിംസ് കഴിഞ്ഞ് 1 മാസം 1.5 മാസം കഴിഞ്ഞ മെയിൻസും ഇന്റർവ്യൂവും നടക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷൻ ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന്റെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. എക്സാം പാറ്റേൺ നമ്മുടെ സിവിൽ സർവീസ് മോഡലിലാണ് പരീക്ഷ. ഓക്കെ, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. പ്രിലിംസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്, MCQ പോലത്തെ എക്സാമിനേഷൻ ആണ്. 100 ചോദ്യങ്ങളുണ്ട്, മൊത്തം 200 മാർക്കിലാണ് വരുന്നത്. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, 2.5 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഇനി മെയിൻസ് എക്സാം സബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്, റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഏകദേശം 4 പേപ്പറുകൾ ഉണ്ട് അതിൽ. ഓക്കെ, 4 പേപ്പറുകൾ, ഈച്ച് പേപ്പർ ക്യാരീസ് 100 മാർക്സ്. 4 പേപ്പർ ഉണ്ട്, ഈച്ച് പേപ്പർ 100 മാർക്ക്. ഈച്ച് പേപ്പറിന് 3 മണിക്കൂറാണ് എക്സാം ഡ്യൂറേഷൻ ഉള്ളത്. ഓക്കെ, ഒരു സബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞ് വൈവ ഉണ്ട്. ഓക്കെ, ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, പ്രിലിംസ് പാസ്സാവാൻ ഒരു മിനിമം മാർക്ക് ഉണ്ട്. ഓക്കെ, ആ മിനിമം മാർക്ക് കടന്നവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, മെയിൻസും അതുപോലെ ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
പിന്നെ സിലബസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 4-5 മാസം മുന്നേ ഹൈക്കോർട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം IPC, CRPC അതുപോലെ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ 3 നിയമങ്ങൾ വന്നു അല്ലേ? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം. ഓക്കെ, ഈ 3 പുതിയ നിയമങ്ങൾ കൂടി സിലബസിൽ ഉൾപ്പെടുത്തി. പഴയ നിയമങ്ങൾ കളഞ്ഞിട്ടില്ല, പഴയ നിയമങ്ങളുടെ ഒപ്പം തന്നെ ഈ 3 പുതിയ നിയമങ്ങൾ കൂടി സിലബസിൽ ഉൾപ്പെടുത്തി. അപ്പൊ അടുത്ത വർഷത്തെ 2025 ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു 3 പുതിയ നിയമങ്ങൾ കൂടി പഠിക്കണം. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഓരോരോ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നില്ല. ഡീറ്റെയിൽ സിലബസ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതാണ് എക്സാം പാറ്റേൺ സിലബസും വരുന്നത്. പിന്നെ ഫീസ്, അപ്ലിക്കേഷൻ ഫീ വരുന്നത് SC/ST ഡിസേബിലിറ്റി കാൻഡിഡേറ്റ്സിന് ഫീ ഒന്നുമില്ല, അപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല. മറ്റുള്ളവർക്ക് SC/ST ഡിസേബിലിറ്റി അല്ലാത്ത മറ്റുള്ളവർക്ക് എന്തുണ്ട്, 1250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷന്റെ സിലബസും എക്സാം പാറ്റേണും അതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ വരുന്നത്. നോർമലി ഞാൻ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഒരു 1-ാം മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും. മെയ് ഒക്കെ ആകുമ്പോഴേക്കും പരീക്ഷ പ്രിലിംസ് നടത്തി പിന്നെ ഒരു മാസം കഴിഞ്ഞ് മെയിൻസും ഇന്റർവ്യൂ നടത്താറാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ, ഒരു 99% ജുഡീഷ്യൽ സർവീസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കിട്ടണമെന്നില്ല. ഓക്കെ, അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താ പറയുക പ്രയത്നിക്കോടെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് LLB ഒക്കെ പഠിക്കുന്നവരും അതുപോലെ കയറാൻ നിൽക്കുന്നവരൊക്കെ ഒരുപാട് പേര് ജഡ്ജ് ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും. ഓക്കെ, അത് ബാലികേറ മലയൊന്നും അല്ല. സിൻസിയറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, സിൻസിയറായിട്ട് വർക്ക് കിട്ടിയാൽ നമുക്ക് കിട്ടാൻ പറ്റാത്ത ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.